അല്ലാഹുവിന്റെ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഖിയാമത്ത് നാളിൽ ഒരു വിഭാഗത്തെ സംബന്ധിച്ച് പരിചയപ്പെടുത്തി. ജനങ്ങളെല്ലാം വിചാരണയ്ക്ക് വേണ്ടി കാത്തുനിൽക്കുമ്പോ, അല്ലാഹുവിന്റെ വിചാരണയ്ക്ക് വേണ്ടി കാത്തുനിൽക്കുമ്പോ അല്ലാഹു തആല ഒരു വിഭാഗം ആളുകളോട് പറയും, ഉദ്ഖുലുൽ ജന്നത ബിലാ ഹിസാബ്, യാതൊരു വിചാരണയുമില്ലാതെ നിങ്ങൾ സ്വർഗത്തിലേക്ക് കടന്നോളൂ എന്ന് അല്ലാഹു തആല അവരോട് പറയുമെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോ ആ ജനങ്ങൾ ചോദിക്കും, യാ റബ്ബന വയാ മൗലാന, ഞങ്ങളുടെ ഉടമസ്ഥനായവനെ അല്ലാഹുവേ, ഞങ്ങളുടെ രക്ഷിതാവേ, ഹാസബ്തന്നാസ വതറക്തനാ, ജനങ്ങളെ മുഴുവൻ നീ വിചാരണ ചെയ്യുകയും ഞങ്ങളെ ഒഴിവാക്കി തരികയും ചെയ്തുവല്ലോ. എന്താണ് ഇതിന്റെ കാരണം? ഹാസബ്തനാ, റബ്ബേ നീ വിചാരണ ചെയ്യുന്നു. ഹാസബ്തന്നാസ, ജനങ്ങളെ ഓരോരുത്തരെയും കണിശമായി ഓരോന്നും ചോദിച്ച് നീ വിചാരണ ചെയ്യുകയും വതറക്തനാ, ഞങ്ങളോട് പോകാൻ പറയുകയും ചെയ്യുന്നു. എന്താണ് ഇതിന്റെ വിഷയം? എന്താണ് ഇതിന്റെ കാര്യം? ഖദ് ഹാസബ്തുകും ഫിദ്ദുനിയാ, ദുന്യാവിൽ നിങ്ങളെ ഞാൻ വിചാരണ ചെയ്തിരുന്നു. നിങ്ങളെ ഞാൻ ദുന്യാവിൽ വിചാരണ ചെയ്തിരുന്നു. നിങ്ങൾക്ക് പരീക്ഷണങ്ങൾ വന്നു. കുടുംബങ്ങളിൽ നിരന്തരമായ സ്വാഭാവികമെന്ന് തോന്നുന്ന മരണങ്ങൾ, അപകടങ്ങൾ, പ്രയാസങ്ങൾ ഒരുപാട് സഹിച്ചില്ലേ? നിങ്ങളത് സഹിച്ചത് ഞാൻ കണ്ടതാണ്, അറിഞ്ഞതാണ്. വഇസ്സതി വജലാലി ലാ അജ്മഉ അലൈക്കും മുസീബതൈൻ, രണ്ട് പ്രയാസങ്ങൾ നിങ്ങൾക്ക് ഞാൻ ഒരുമിച്ച് കൂട്ടിത്തരികയില്ല. ഈ ലോകത്ത് ദുന്യാവിൽ പ്രയാസവും പരലോകത്ത് പ്രയാസം, ഇത് രണ്ടും ഉണ്ടാവില്ല. അതുകൊണ്ട് നിങ്ങൾക്കിവിടെ വിചാരണയില്ല. ഉദ്ഖുലുൽ ജന്ന, സ്വർഗത്തിലേക്ക് പൊയ്ക്കോളൂ എന്ന് അല്ലാഹു അവരോട് പറയുമെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ ലോകത്ത് പരീക്ഷണം അനുഭവിച്ച ആളുകളോട് നിങ്ങൾക്കിനി ഇവിടെ വിചാരണയില്ല, പൊയ്ക്കോളൂ, നേരെ പൊയ്ക്കോളൂ, ഡയറക്റ്റ് സ്വർഗമതാ നിങ്ങളെ കാത്തിരിക്കുന്നു. വഫുത്തിഹത് അബ്വാബുഹ, സ്വർഗം നിങ്ങളെ കാത്തിരിക്കുകയാണ്, പൊയ്ക്കോളൂ എന്ന് അല്ലാഹു തആല അവരോട് പറയാൻ. ആ നേരത്തെ മഹ്ശറായിലുള്ള മുഴുവൻ ആളുകളും ചിന്തിച്ചു പോകും, അല്ലൗ ഖുരിദൂ ബിൽ മഖാരീദ് ലിയനാലു മാ നാല ഹൗലാഇ മിനൻ നഈം, അല്ലാഹുവേ ഞങ്ങളുടെ ശരീരങ്ങൾ, ഞങ്ങളുടെ ശരീരഭാഗങ്ങൾ നിനക്ക് വേണ്ടി അല്ലാഹുവേ ഭൂമിലോകത്ത് കത്തി കൊണ്ട് മുറിക്കപ്പെടുകയോ കത്രിക കൊണ്ട് കട്ട് ചെയ്യപ്പെടുകയോ ചെയ്ത് ഞങ്ങൾക്ക് എന്തെങ്കിലും ഒരു പരീക്ഷണങ്ങൾ വന്നിരുന്നുവെങ്കിൽ, ദുന്യാവിൽ അനുഭവിച്ച പ്രയാസങ്ങൾക്ക് ഇത്രമേൽ സൗഭാഗ്യം നീ പരലോകത്ത് നൽകുമെങ്കിൽ അല്ലാഹുവേ ഞങ്ങൾക്ക് പരീക്ഷണം നൽകിക്കൂടായിരുന്നോ? നീ എന്തിനാ ഞങ്ങൾക്ക് സുഖം മാത്രം തന്നത്? നിനക്ക് ഞങ്ങൾക്ക് പരീക്ഷണങ്ങൾ തരാമായിരുന്നില്ലേ എന്നവര് പറയുമെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കുഞ്ഞുങ്ങൾ, പിഞ്ചുമക്കൾ മരിച്ചു പോകുന്നുണ്ട്, പ്രായമേറിയ മക്കൾ മരിച്ചു പോകുന്നുണ്ട്, പക്വതയിലേക്ക് എത്തിയിട്ട് മക്കൾ മരിച്ചു പോകുന്നുണ്ട്. ഹബീബായ നബി തങ്ങൾ ഖുദ്സിയായ ഹദീസിൽ പഠിപ്പിക്കുകയാണ്, മാലി അബ്ദി അൽ മുഅ്മിനി ഇൻദി മിൻ ജസാ ഇദാ ഖബൽതു സഫിയ വഖലീലഹു മിൻ അഹ്ലി ദുനിയാ ثم احتسبه, ഒരാളിന്റെ ഏറ്റവും പ്രിയപ്പെട്ട ഒരാളെ, ഒരു കൂട്ടുകാരനെ, ഭാര്യയെ, ഭർത്താവിനെ, മക്കളെ, ജ്യേഷ്ഠനെ, അനുജനെ, പെങ്ങളെ, ഉമ്മയെ, പ്രിയപ്പെട്ട ആരെയെങ്കിലും ഞാൻ ഈ ലോകത്തവന്റെ കൺമുമ്പിൽ വെച്ച് മരിപ്പിക്കുകയാണെങ്കിൽ ثم احتسبه, അതിൽ പ്രതിഫലം കിട്ടണമെന്ന് അയാൾ വിചാരിച്ച് ക്ഷമിക്കുകയും ചെയ്താൽ ഇല്ലൽ ജന്ന, സ്വർഗത്തിൽ കുറഞ്ഞ് യാതൊരു പ്രതിഫലവും അയാൾക്ക് നൽകുകയില്ല. സ്വർഗമാണ് അതിന് നൽകപ്പെടുന്ന മിനിമം പ്രതിഫലമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല. നമ്മുടെ കുടുംബങ്ങളിലൊക്കെ പ്രിയപ്പെട്ടവരെ മരിച്ചു പോകുമ്പോ അല്ലാഹുവിന്റെ ഖളാഉ വന്നിരിക്കുന്നു. ചിലർക്ക് പെട്ടെന്നുള്ള മരണം, ചിലർ 2 ദിവസം, 1 ദിവസം, ചിലർ മാസങ്ങളോളം കിടന്നിട്ട് മരിക്കുന്നു, ചിലർ ഒന്നുമില്ല, വളരെ പെട്ടെന്ന് മരണത്തിലേക്ക് അടുക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്ന പരീക്ഷണങ്ങളാണെന്ന് ചിന്തിക്കുകയും, ഈ ലോകത്ത് മക്കളാൽ പരീക്ഷണം അനുഭവിക്കുന്നവരുണ്ട്, ജീവിച്ചിരിക്കുന്ന മക്കളെ കൊണ്ട് കഷ്ടപ്പെടുന്നവരുണ്ട്. മക്കൾ എന്തായി പോകുമെന്ന പരിഭവത്തിൽ
സ്വന്തം മക്കളിൽ നിന്ന് കൺകുളിർമ കാണാൻ കഴിയാതെ വിഷമിക്കുന്ന രക്ഷിതാക്കളുണ്ട്. എല്ലാം അല്ലാഹുവിന്റെ ഖദാ ക്ഷമിച്ചുകൊണ്ട് അവർക്ക് വേണ്ട സാരോപദേശങ്ങൾ നൽകിയും ദുആ ചെയ്തുകൊണ്ടും ഈ ലോകത്തിൽ ക്ഷമിച്ചു പോന്നാൽ ഇന്ന മിനദ്ദുനൂബി ദുനൂബാ ലാ യുകഫിറുഹാ ഇല്ലൽ ഹമ്മു ബിൽ അയാൽ. സ്വന്തം മക്കളെ ഓർത്ത് പ്രയാസപ്പെടുന്ന പ്രയാസങ്ങൾ കൊണ്ട് മാത്രം പൊറുക്കപ്പെടുന്ന ചില പാപങ്ങളുണ്ട് എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ചില പാപങ്ങൾ പൊറുക്കപ്പെടണമെങ്കിൽ മക്കളെ ചൊല്ലിയുള്ള വിഷമങ്ങൾ ഉണ്ടാകണമത്രേ. മക്കളെയോർത്തുള്ള പരിഭവം, മക്കളെയോർത്തുള്ള വിഷമം, മക്കൾ വരുത്തിവെച്ച വിനാശങ്ങളിൽ അപമാനം സംഭവിച്ചതിൽ നൊന്ത് കഴിയുന്ന മാതാപിതാക്കൾക്ക് അവർ ചെയ്തു പോയ ചില പാപങ്ങൾ പൊറുക്കപ്പെടാൻ ഇതുപോലെയുള്ള വിഷമങ്ങൾ വേണ്ടിവരുമെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസിൽ കാണാൻ കഴിയും. ഇന്ന മിനദ്ദുനൂബി ദുനൂബാ ലാ യുകഫിറുഹാ ഇല്ലൽ ഹമ്മു ബിൽ അയാൽ. അല്ലാഹുവേ, നിന്റെ പരീക്ഷണങ്ങളെ അതുപോലെ സ്വീകരിക്കാനും നഹ്തസിബുക, അല്ലാഹുവേ പ്രതിഫലം പ്രതീക്ഷിക്കുന്നു റബ്ബേ. കഴിഞ്ഞ ആഴ്ച ഒരു ആക്സിഡന്റ് സംഭവിക്കുന്നു. 2 മുതഅല്ലിമീങ്ങൾ, ജാമിഅ നൂരിയുടെ പട്ടിക്കാടിന്റെ ജൂനിയർ കോളേജിൽ പഠിക്കുന്ന 2 വിദ്യാർത്ഥികൾ ബൈക്കിൽ പോയിട്ട് ഒരു ചെറുപ്പക്കാരൻ ട്രക്കിന്റെ അടിയിലേക്ക് പോയി ചതഞ്ഞെറിഞ്ഞു മരിക്കുന്നു. തന്റെ കൂടെയുള്ള ചെറുപ്പക്കാരൻ ഹെൽമറ്റ് ധരിച്ചിരുന്നു. ഇപ്പോഴും ഐസിയുവിൽ കിടക്കുകയാണ്. ബ്രെയിൻ ഷെയ്ക്കായിരിക്കുകയാണ്, ബ്ലഡ് ക്ലോട്ടായിരിക്കുകയാണ്. ഒന്നും ചെയ്യാൻ പറ്റാതെ കുട്ടി കിടക്കുകയാണ്. അല്ലാഹു ആ ചെറുപ്പക്കാരന് ശിഫ കൊടുക്കട്ടെ, ആമീൻ യാ റബ്ബൽ ആലമീൻ. ഡോക്ടർമാർ കോട്ടക്കലിലെ മിംസിൽ കിടക്കുകയാണ്. ഡോക്ടർമാർ പിതാവിന്റെ സമ്മതം വാങ്ങി. 20 വയസ്സുള്ള ചെറുപ്പക്കാരൻ കുട്ടിയാണ്. കയ്യും കാലൊക്കെ ഒടിഞ്ഞിരിക്കുകയാണ്. പക്ഷേ ഒരു ചികിത്സയോ ഓപ്പറേഷനോ നടത്താൻ കഴിയില്ല. ബ്രെയിൻ ഉണർന്നിട്ടില്ല. കുട്ടിപ്പോഴും കണ്ണു തുറന്നിട്ടില്ല, സംസാരിച്ചിട്ടില്ല. വാപ്പയോട് എഴുതി വാങ്ങിച്ചിരിക്കുകയാണ്, വാപ്പാ നിങ്ങൾ സമ്മതം തരണം, ഈ ചെറുക്കം കടന്ന് പിടക്കാണ്, അതുകൊണ്ട് പിടക്കാതെ കയ്യും കാലും ഒന്ന് കെട്ടിയിടാൻ എഴുതി ഒപ്പിട്ട് തരണം. സുബ്ഹാനല്ലാഹ്, വേദന കൊണ്ട് സഹിക്കാൻ വയ്യാത്ത ചെറുപ്പക്കാരൻ സഹിക്കാൻ വയ്യാതെ പിടക്കുകയാണ്. ശരീരത്തിൽ എവിടെയോ ബോധമുണ്ട്, പക്ഷേ ബ്രെയിൻ പൂർണ്ണാവസ്ഥയിൽ വന്നിട്ടില്ല. ഒന്നും ഒരു സർജറി ചെയ്യാൻ പറ്റില്ല. ഡോക്ടർമാർ എഴുതി ചോദിച്ചിരിക്കുക, ഒപ്പിട്ട് തരണം, മോന്റെ കയ്യും കാലും ഒന്ന് കെട്ടിയിടാൻ, അനക്കാതിരിക്കാൻ. സുബ്ഹാനല്ലാഹ്, അല്ലാഹു ചെറുപ്പക്കാരന് വളരെ പെട്ടെന്ന് ശിഫ കൊടുക്കട്ടെ, ആമീൻ. മരിച്ചു എന്ന വിവരം കേൾക്കുന്നു. എന്റെ വളരെ അടുത്ത സുഹൃത്തിന്റെ കൂടെയുണ്ടാണ്. ആ അപകടം സംഭവിച്ചതിലെ കൂട്ടുകാരന്റെ ബന്ധു എന്റെ കൂടെയുണ്ട്. സംസാരിച്ച നേരം ആദ്യം അറിഞ്ഞത് ഇപ്പൊ ഐസിയുവിൽ കിടക്കുന്ന ആ കുട്ടിയാണ് മരിച്ചത് എന്നാണ്. ചതഞ്ഞ് റോഡിന്റെ അടിയിൽ വാഹനത്തിന്റെ ടയർ കയറിയിരിക്കുകയാണ് ബൈക്കിൽ പോയപ്പോ. 2-3 ദിവസം മുമ്പത്തെ കഥയാണിത്. എല്ലാരും വിചാരിച്ചു ഇപ്പൊ ഹോസ്പിറ്റലിൽ കിടക്കുന്ന ആ പയ്യനാണ് ഈ മരിച്ചത് എന്ന്. അവന്റെ ഉമ്മയുടെ ഉപ്പയരികത്തേക്ക് പോവാണ്. വല്ലാത്തൊരു ഉമ്മ. ഞാൻ ചിന്തിച്ചു പോയി, റബ്ബേ, ഇങ്ങനത്തെ ഉമ്മമാരൊക്കെ ഇന്നും ഉണ്ടല്ലോ റബ്ബേ, അൽഹംദുലില്ലാഹ്. അബൂ തുൽഹ റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യയെ പോലെ ക്ഷമിക്കാൻ കഴിയുന്ന ഒരു ഉമ്മ. എല്ലാവരും സമാധാനിപ്പിക്കാൻ വീട്ടിലേക്ക് വന്നപ്പോ തന്റെ മോൻ റോഡരികിൽ ട്രക്ക് കയറിയിട്ട്, ചിപ്പർ ലോറി കയറിയിട്ട് മരിച്ചു എന്ന വിവരം അറിയിക്കാൻ വേണ്ടി ചൊല്ലുമ്പോ ഉമ്മ അറിഞ്ഞിരിക്കുകയാണ്. ഉമ്മ നേരെ വുളു എടുത്ത് 2 റക്അത്ത് നിസ്കരിച്ച് സുജൂദിൽ കടന്ന് അൽഹംദുലില്ലാഹ്, അല്ലാഹുവേ നിന്റെ ഖളാ ഞാൻ സമ്മതിച്ചു റബ്ബേ എന്ന് പറഞ്ഞ ഒരു ഉമ്മ സ്വന്തം ഭർത്താവിനെ സമാധാനിപ്പിക്കാൻ മഹാനായ അബൂ തുൽഹ റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യ സമാധാനിപ്പിച്ച പോലെ നമ്മുടെ പൊന്നുമോൻ അല്ലാഹു കൊണ്ടുപോയി. സംഭവം ആ മോൻ മരിച്ചിട്ടില്ല, പക്ഷേ മരിച്ചു എന്നാണ് ആദ്യം അറിഞ്ഞത്. ഈ കുട്ടിയാ മരിച്ചു എന്നാണ് അറിഞ്ഞത്. സുബ്ഹാനല്ലാഹ്, അങ്ങനത്തെ ഒരു ഉമ്മ. എന്തിനെന്നറിയോ? അങ്ങനെ ആരെങ്കിലും സ്വന്തം മക്കളിൽ എന്തെങ്കിലും അപായങ്ങൾ ഉണ്ടാവുകയും മരിക്കുകയും ചെയ്ത് അല്ലാഹുവിനെ സ്തുതിക്കുകയും ചെയ്താൽ അല്ലാഹു അവർക്ക് സ്വർഗലോകത്ത് ഇബ്നു ലഹു ബൈത, സ്വർഗലോകത്തൊരു വീട് കൊടുക്കണമേ. വസമ്മൂഹു ബൈത്തുൽ ഹംദ്, ആ വീടിന് ബൈത്തുൽ ഹംദ് എന്ന് പേര് വെക്കണം. എന്തിനാണ് ഹംദ്? അൽഹംദുലില്ലാഹ് എന്ന്. ഒരു മുസീബത്ത് വരുമ്പോൾ അല്ലാഹുവേ നിന്റെ തൃപ്തി, നിന്റെ ഖളാ, നിന്റെ തീരുമാനം ഞാൻ തൃപ്തിപ്പെട്ടു റബ്ബേ എന്ന് പറയുന്നതിന്റെ പേരിൽ അല്ലാഹുവിന്റെ സ്വർഗലോകത്ത് പണിയുന്ന വീടിന് അല്ലാഹു കൊടുക്കുന്ന പേര് ബൈത്തുൽ ഹംദാൻ. അത് കിട്ടാൻ വേണ്ടി മകൻ മരിച്ചു എന്ന വാർത്ത അറിഞ്ഞപ്പോഴേക്കും നേരെ വുളു എടുക്കാൻ ചെല്ലുന്ന ഒരു ഉമ്മ. അധികം പ്രായമായില്ല. ഈ അപകടം പറ്റിയ മോന് അതേ കുടുംബത്തിൽ മറ്റൊരു കുഞ്ഞിനും അപകടം പറ്റിയിട്ടുണ്ട്. മുമ്പ് വലിയൊരു അപകടം സംഭവിച്ചിട്ടുണ്ട്. പരീക്ഷണങ്ങൾ ഒന്നിന് പിന്നാലെ മറ്റൊന്ന് വരുമ്പോഴും
ക്ഷമിക്കാനും അള്ളാഹുവിന്റെ ഖളായിൽ തൃപ്തിയടയാനും നല്ല ഉറച്ച മനസ്സുള്ള ഉമ്മമാര് ലഭിക്കുന്നത് അവർ അള്ളാഹുവിലേക്ക് അടുക്കുന്നത് കൊണ്ടാണ്. അപ്പോഴാണ് ഇതൊക്കെ സഹിക്കാൻ കഴിയുള്ളൂ. അള്ളാഹുവിലേക്ക് അടുക്കുമ്പോഴേ അള്ളാഹുവിന്റെ ഖളാഇനെ സ്വീകരിക്കാൻ കഴിയൂ. അള്ളാഹു ഹോസ്പിറ്റലിൽ കിടക്കുന്ന ചെറുപ്പക്കാരന് പരിപൂർണമായി ശിഫ കൊടുക്കണേ തമ്പുരാനെ. എല്ലാ വേദനകളും ശമിപ്പിക്കണേ റബ്ബേ. തന്റെ കൂടെ യാത്ര ചെയ്തിരുന്ന ബൈക്കിൽ നിന്ന് തെറിച്ചു വീണ് റോഡിൽ കിടന്ന് ചതഞ്ഞരിഞ്ഞ് മരിച്ചുപോയൊരു മുതഅല്ലിം പഠിച്ചുകൊണ്ടിരിക്കുന്ന കോളേജിൽ നിന്ന് എന്തോ ഒരു കിതാബ് കൊണ്ടു കൊടുക്കാൻ വേണ്ടി പോയതാണ്. അല്ലാഹുവേ, ആ കുട്ടിക്ക് നീ മഗ്ഫിറത്ത് കൊടുക്കണേ റബ്ബേ. 10-20 വയസ്സ് പ്രായമുള്ള ചെറുപ്പക്കാരനാണ്. ഖബറിനെ നീ വിശാലമാക്കണേ റബ്ബേ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിശുദ്ധമായ ഖുർആനോദി പഠിപ്പിച്ചില്ലയോ? വബശ്ശിരിസ് സ്വാബിരീൻ, ക്ഷമിക്കുന്നവർക്ക് സന്തോഷവാർത്ത അറിയിച്ചു കൊടുക്കൂ നബിയേ. അല്ലദീന ഇദാ അസ്വാബതുഹും മുസീബത്തുൻ ഖാലൂ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. പരീക്ഷണങ്ങൾ വരുന്ന ലോകമാണിത്. എന്ത് പരീക്ഷണങ്ങൾ വരുമ്പോഴും അല്ലാഹുവേ ഞങ്ങൾ നിനക്കുള്ളവരാണ്, അല്ലാഹുവേ ഞങ്ങൾ നിന്നിലേക്ക് തിരിച്ചു പോരേണ്ടവരാണ്. വഇന്നാ ഇലൈഹി റാജിഊൻ, ഞങ്ങൾ നിന്നിലേക്ക് എപ്പോഴെങ്കിലും വരേണ്ടവരല്ലയോ റബ്ബേ എന്ന് അല്ലാഹുവിന്റെ ഒരു ഖളാ വരുമ്പോൾ ഇസ്തിർജാ ചെയ്യുന്ന ആളുകൾക്ക്, ഇന്നാ ലില്ലാഹി പറയുന്ന ആളുകൾക്ക് സന്തോഷം അറിയിക്കണം നബിയെ. അവർക്ക് സന്തുഷ്ടമായ ഒരു അനുഭവം വരാനിരിക്കുന്നു. മഹാനായ യസീദ് ഇബ്നു ഹാറൂൻ റഹിമഹുല്ലാഹ് മനോഹരമായ 2 കണ്ണുകളുള്ള മഹാനായിരുന്നു. യസീദ് ഇബ്നു ഹാറൂൻ റഹിമഹുല്ലാഹ് അവരുടെ കണ്ണുകളെ സംബന്ധിച്ച് കിതാബുകളിലുണ്ട്. ലഹു ഐനാനി കാനത് ലഹു ഐനാനി ജമീലതാൻ ഖല്ല അൻ തൂജദ ഇൻദ അഹദിൻ ഫീ അസ്രിഹി. വളരെ മനോഹരമായ കണ്ണുകളുള്ള ഒരു മഹാൻ യസീദ് ഇബ്നു ഹാറൂൻ റഹിമഹുല്ലാഹ്. ചില കണ്ണുകൾക്ക് എന്തെന്നില്ലാത്ത മധുരിമയുണ്ട്, അലങ്കാരമുണ്ട്, ഭംഗിയുണ്ട്. അള്ളാഹു നൽകുന്ന വലിയ വലിയ നിഅമത്തുകൾ. ആ 2 കണ്ണുകൾ, കണ്ണിന് കാഴ്ചയില്ലാതെ കണ്ണുകൾ മങ്ങിപ്പോയപ്പോ ആളുകൾ ചോദിച്ചു, മാ ഫഅലത്തിൽ ഐനാനിൽ ജമീലതാനി ഇബ്നു ഹാറൂൻ. യസീദ് ഇബ്നു ഹാറൂൻ എന്നവരെ, നിങ്ങളുടെ മനോഹരമായ 2 കണ്ണുകൾക്ക് എന്താണ് പറ്റിയത്? കാഴ്ചകൾ നഷ്ടപ്പെട്ടു പോയല്ലോ. കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെടും, അതിനോളം പ്രയാസകരമായ മറ്റ് മുസീബത്തുകൾ വളരെ കുറവല്ലേ? കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ടു പോകുന്നു. മാ ഫഅലത്തിൽ ഐനാനിൽ ജമീലതാൻ, നിങ്ങളുടെ മനോഹരമായ കണ്ണുകൾക്ക് എന്താണ് സംഭവിച്ചത്? മഹാനുകൾ കൊടുത്ത മറുപടി, ദഹബ ബിഹിമാ ബുകാഉൽ അസ്ഹാർ വഇന്നീ ലഅഹ്തസിബുഹുമാ ഇൻദല്ലാഹിൽ വാഹിദിൽ ഗഫാർ. ذهب بهما بكاء الأسحار. സുബ്ഹിയോടടുത്ത നേരത്ത് ഞാൻ ഇരുന്ന് കരയുമായിരുന്നു. അത്താഴ നേരത്ത്, പ്രഭാതത്തിന്റെ സമയം, സുബ്ഹി ബാങ്ക് കൊടുക്കാൻ പോകുന്ന നേരം ഞാൻ എന്റെ കണ്ണുകൾ അള്ളാഹുവിന്റെ മുമ്പിൽ നനക്കുമായിരുന്നു. കണ്ണുകളിൽ നിന്ന് കണ്ണുനീര് വീണു കഴിഞ്ഞാൽ ഖത്റതാൻ, 2 തുള്ളികൾ, ആ തുള്ളികൾ വീഴുന്നിടം സ്വർഗമാണെന്ന്. ആ കണ്ണുകൾക്ക് സ്വർഗമാണ്, ശരീരത്തിന് സ്വർഗമാണ്. ഖത്റതു ദമിൻ യുഹറാഖു ഫീ സബീലില്ലാഹ്, അള്ളാഹുവിന് വേണ്ടി ചിന്തപ്പെടുന്ന ഒരു തുള്ളി ചോര. വഖത്റതു ദംഇൻ മിൻ ഖശിയത്തില്ലാഹ്, അല്ലാഹുവിനെ പേടിച്ച് കരയുന്ന കണ്ണുനീർ തുള്ളി. ഈ 2 തുള്ളികൾ വീഴുന്ന ആളുകളെ അല്ലാഹുവിന്റെ നരകം തൊടുകയില്ല എന്ന് സന്തോഷം അറിയിച്ചിട്ടുണ്ട് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത്താഴ നേരമിരുന്ന് ഞാൻ കരയുമായിരുന്നു. ആ നിരന്തരമായ കരച്ചിലുകൊണ്ടാണ് എന്റെ മനോഹരമായ കണ്ണുകളുടെ കാഴ്ച നഷ്ടപ്പെട്ടു പോയത്. വഇന്നീ ലഅഹ്തസിബുഹുമാ ഇൻദല്ലാഹിൽ വാഹിദിൽ ഗഫാർ. പാപങ്ങൾ പുറത്തു തരുന്ന ഏകനായ സർവശക്തനായ അള്ളാഹുവിന്റെ മുമ്പിലേക്ക് ചെല്ലുമ്പോ ഈ 2 കണ്ണുകൾക്ക് പകരം അള്ളാഹു എനിക്ക് പ്രതിഫലം നൽകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. കണ്ണ് നഷ്ടപ്പെട്ടു. എങ്ങനെ നഷ്ടപ്പെട്ടു? നഷ്ടപ്പെടാൻ കാരണം ബുകാഉൽ അസ്ഹാർ, അള്ളാഹുവിന് വേണ്ടി കരഞ്ഞതാണത്രേ. അള്ളാഹുവിന് വേണ്ടി കരഞ്ഞിട്ട് കാഴ്ച നഷ്ടപ്പെട്ടു പോയ നബിയായിരുന്നുവല്ലോ മഹാനായ നബിയുല്ലാഹി യഅഖൂബ് ഇബ്നു ഇസ്ഹാഖ് അലൈഹിസ്സലാം. കരച്ചിലുകൊണ്ട് കാഴ്ച നഷ്ടപ്പെടുമത്രേ. അത്രയും കൂടുതൽ കരയുമ്പോ
അങ്ങനെ കരഞ്ഞ മനോഹരമായ 2 കണ്ണുകൾ അള്ളാഹുവിന്റെ കൊടുത്ത യസീദ് ഇബ്നു ഹാറൂൻ പറഞ്ഞ വാക്ക്, ഈ കണ്ണുകൾക്ക് പകരം എനിക്ക് അള്ളാഹു പ്രതിഫലം നൽകുമല്ലോ. അള്ളാഹു തആല ഏതെങ്കിലും ഒരാളിന്റെ ഹബീബത്തൈഹി ഏറ്റവും പ്രിയപ്പെട്ട 2 സാധനങ്ങളെ, കണ്ണുകളെ അള്ളാഹു പിടിച്ചു കഴിയുകയും ആ കണ്ണുകളുടെ കാഴ്ച അള്ളാഹു എടുത്തു കളയുകയും ചെയ്താൽ, ഫസ്വബറ ക്ഷമിക്കുകയും ചെയ്താൽ, ആ 2 കണ്ണുകൾക്ക് പകരം അൽ ജന്ന, പകരം അല്ലാഹു നൽകുന്നത് സ്വർഗമാണെന്ന് മഹാനായ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹ് തങ്ങൾ പറയുമായിരുന്നു. അതുകൊണ്ട് ജീവിതത്തിൽ ആദ്യമായി നമുക്ക് ലഭിക്കേണ്ട ഉപദേശം, അല്ലാഹു നൽകുന്ന ഉപദേശം, അൽ ഈമാനു ബിൽ ഖദാഇ വൽ ഖദർ, അല്ലാഹുവിന്റെ വിധികളിൽ സമാധാനിക്കുക. അല്ലാഹുവിന്റെ കടുത്ത പരീക്ഷണങ്ങൾ വരുമ്പോൾ പതറാതിരിക്കുക. അല്ലാഹുവിന്റെ ലോകമാണിത്. അവൻ ഇഷ്ടമുള്ളവരെ ഇവിടുന്ന് വിളിച്ചു കൊണ്ടുപോകും, ഇഷ്ടമുള്ളവരെ ഇങ്ങോട്ട് പറഞ്ഞയക്കുന്നു. നമ്മൾ ഇഷ്ടപ്പെടുന്നത് മാത്രമല്ല ഇവിടെ നടക്കുന്നത്. കുടുംബങ്ങളിൽ ജീവിക്കുന്നിടത്ത്, നമ്മൾ പെരുമാറുന്നിടത്ത്, സുഹൃബന്ധങ്ങളിൽ, കുടുംബ ബന്ധങ്ങളിൽ, ഭാര്യ ഭർത്തൃ ബന്ധങ്ങളിൽ, നാട്ടുകാരുമായുള്ള ഇടപഴകലിൽ എല്ലാം അല്ലാഹു തആല അവന്റെ ഖളാഉകൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അല്ലാഹുവിന്റെ ഖളാഇൽ തൃപ്തിപ്പെടണേ. അല്ലാഹുവേ, നിന്റെ ഖളാഇനെ സ്വീകരിക്കാൻ കഴിയുന്ന മനസ്സ് ഞങ്ങൾക്ക് നൽകണേ തമ്പുരാനെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. സല്ലു അലൻ നബി മുഹമ്മദിൻ വആലി. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. ഒരുപാട് സ്വലാത്ത് നമ്മുടെ ഹബീബിന്റെ ഹളറത്തിലേക്ക് എത്തും. അള്ളാഹു എത്തിച്ചു കൊടുക്കട്ടെ, അവിടുത്തെ അള്ളാഹു സന്തോഷിപ്പിക്കട്ടെ.